ഹലോ, ഞാനില്ലേ ഇന്ന് കുറേ കാലത്തിന് ശേഷം വരികയാണ്. ഇവിടെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അമ്മ ഹോസ്പിറ്റലായിരുന്നു. നമുക്കിങ്ങനെ ന്യൂമോണിയൻ്റെ സ്റ്റഡി ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. പനി സ്റ്റാർട്ടിങ് തന്നെ ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഒന്ന് ക്ഷീണം തോന്നി, ഒരു നേരം പനിച്ചു, ക്ഷീണം തോന്നി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ ന്യൂമോണിയ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അവിടെ കുറച്ച് ആൻറ്റിബയോട്ടിക് തീർന്ന് വരെ ഒന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ റെസ്റ്റിലാണ് അമ്മ. അപ്പോൾ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വളരെ ലേറ്റായിപ്പോയി. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിലോ, അപ്പോൾ അവർക്കൊക്കെ ഒരു വിഷസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പം ഈ ഔദ്യോഗികമായിട്ടുള്ള ടീച്ചർമാർക്ക് മാത്രമല്ല, ഇപ്പം എൻ്റെ ഒരു ഇതാട്ടോ ഞാൻ പറയുന്നത്. ഈ ചില ആൾക്കാർ കാരണം നമ്മൾ ജീവിതത്തിൽ പലതും പഠിക്കാം. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവരും നമ്മളെ ഗുരുക്കന്മാരല്ലേ. ഈ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കാം ഭയങ്കര സാഹിത്യം. അപ്പോൾ അതും അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഓരോരുത്തരും ഒരു ടീച്ചർ ഉണ്ടാവും ഇല്ലേ. ഇപ്പം നമ്മൾ ഒരു അമ്മ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അപ്പോൾ അതും ഒരു ടീച്ചർ, ഗുരു അങ്ങനെയൊക്കെ പറയാമല്ലോ. അപ്പം ഞാൻ കാണുന്ന എല്ലാ ഇതിലും എന്താ പറയുക, എല്ലാ ജീവജാലങ്ങളിലും മനുഷ്യൻ, മൃഗങ്ങൾ, മീൻസ് എല്ലാം പെടുട്ടോ. അതിൽ എല്ലാത്തിലും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാം നമ്മളെ ഗുരുക്കന്മാരായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണ്. പിയിൽ പോയിട്ട് വെറുതെ പ്രജന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോവുകയാണ്. ഐശ്വര്യയാണോ ഒക്കെ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ടീച്ചേഴ്സ് ഡേക്ക് ഇങ്ങനെ അവൾ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. പൊതുവേ ടീച്ചേഴ്സ് ഡേക്ക് ഞങ്ങൾ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിയിൽ പോകുന്നു, ഡാൻസ് ചെയ്യുന്നു, പോരുന്നു. ഇപ്പം 2 കൊല്ലമായിട്ട് നമ്മൾ അതും കൂടെ ഒരു സർപ്രൈസ് പോലെ എന്തെങ്കിലുമൊക്കെ പ്രജം വരുമ്പോൾ ചെയ്യാം എന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇന്നൊരു ട്രഡീഷണൽ വേഷം. ഇതില്ലേ എൻ്റെ അമ്മേൻ്റെ പഴയ സാരി. നിങ്ങൾക്കറിയാം പോച്ചാമ്പള്ളി പറഞ്ഞിട്ടുള്ള, അങ്ങനെയാണോ അത് പ്രൊനൗൺസ് ചെയ്യുക? ഞാൻ കേൾക്കുന്നത് പോച്ചാമ്പള്ളി എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു സാരി പണ്ടേക്ക് തോന്നുന്നത്, ഞാനിപ്പം ഒരാളെന്നെ തോണ്ടിയാൽ ചിലപ്പോൾ കീറും. അത്ര പുരാതനമായിട്ടുള്ള സാരി കൊണ്ട് ആ കളറ് കണ്ടിട്ട്, നീല കളറ് കണ്ടിട്ട്, ഇതിന് മുന്നേ ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്കേർട്ടും ബ്ലൗസും. എനിക്ക് പക്ഷേ ഇത് ഒഴിവാക്കാൻ തോന്നില്ല. എന്തൊരു സുന്ദരിയാണ് സ്കേർട്ടും ബ്ലൗസും. കാരണം ഇത് വളരെ മോശമായിട്ട്, ഇതിനിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പം അടിപൊളിയായിട്ട് തോന്നും. ആ ഒരു ക്യാമറയിൽ കാണുമ്പോൾ രസമുണ്ട്. പക്ഷെ അടുത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ശോചനീയ അവസ്ഥ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ നൂലൊക്കെ പൊന്തിയിട്ടുണ്ട്, ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഞാൻ നിന്നിട്ട് കാണിച്ചേരേ. അപ്പം ഞാൻ ഈ വേഷമൊക്കെ കെട്ടി പോവാണ്. പിന്നെ ഒരു കുഞ്ഞി മാല, നമ്മളെ മംഗല്യ ജ്വല്ലറിഷിനോ 1 പവൻ എന്തോ ഉള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് പ്രത്യേകം നോട്ട് ദ പോയിന്റ്, ഈ മാലയൊക്കെ പാവാടയും ബ്ലൗസിൻ്റെയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ പിന്നെ ഈ പാവാടയും ബ്ലൗസൊക്കെ ഇടിപ്പിക്കുക എന്നുള്ളത് ആഗ്രഹമായിരുന്നു പെൺകുട്ടികളാവുമ്പോൾ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനതിൽ എന്നെ തന്നെ പാവാടയും ബ്ലൗസ് ഇടിപ്പിക്കുന്നു. എനിക്ക് തന്നെ ഞാൻ ഈ ചെയിൻ വാങ്ങിയിട്ട് എന്നെ ഇടിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ കൊണ്ടു നടക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇട്ടിട്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ വേഷം കെട്ടാൻ കേട്ടോ. ഇതിനൊന്നും ഞാൻ പ്രായമൊന്നും നോക്കുന്നില്ലേ. എനിക്ക് കുറേ കമൻസൊക്കെ വരുന്നുണ്ട്, കിളവിയായില്ലേ. ആയിക്കോട്ടെ, അതൊക്കെ എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് പിടിച്ചേക്കാൻ പറ്റുമോ? അത് വിചാരിച്ചിട്ട് നമുക്ക് ആഗ്രഹങ്ങൾ വേണ്ടാക്കാൻ പറ്റുമോ? അല്ലേ? പാടില്ല. അല്ല, പറയുന്നവർ പറഞ്ഞോട്ടെ കേട്ടോ. ഞാൻ നെവർ മൈൻഡ്. എനിക്കിഷ്ടമുള്ള ഇതൊക്കെ ഞാൻ ചെയ്യുന്നു. എനിക്ക് എന്താ വേഷം കെട്ടി നടക്കാനിഷ്ടമാണ്. പിന്നെന്താ, ഇങ്ങനെയൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞി കുപ്പിവളകളൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ ഇല്ല, എവിടെയോ ഒരു നീല കണ്ടുകൊണ്ട് ഞാൻ എടുത്തിട്ടു എന്ന് മാത്രം. ഇനി വീഡിയോസുകളൊക്കെ ഒരുപാട് ചെയ്യണമെന്നുണ്ട് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, സമയം കിട്ടുന്നില്ല. ഇവിടെ വന്ന് ഇരിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സമയം കിട്ടിയിരുന്ന സമയത്ത് മടി കാരണം ഞാൻ ചെയ്തില്ല. അപ്പോൾ ഈ സമയം കിട്ടാഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം, ഈശ്വരാ എൻ്റെ വെറുതെ ഞാനിരുന്ന നേരമൊക്കെ ഞാൻ വേസ്റ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു കുറ്റബോധം എനിക്കുണ്ട്. ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്യാൻ വന്നായിരുന്നു എല്ലാവരെയും. പക്ഷേ എന്തെങ്കിലുമൊക്കെ 2 വാക്ക് പറയാം എന്ന് വിചാരിച്ചു. അതും കൂടെ ഞാൻ വിചാരിച്ചു. ഇനി പിയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുക്കും. കംപ്ലീറ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകണേ. കമ്മലിടാറില്ല പൊതുവെ. ഞാൻ കമ്മലിടാറില്ല മീൻസ് എന്താ പറയുക, വളരെ അപൂർവമായിട്ടാണ്. വല്ല കല്യാണങ്ങളിൽ സാരി കൊടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കമ്മലിടും. ഇപ്പോൾ ഈ മാല ഇട്ടുകൊണ്ട് എനിക്ക് കമ്മലിടാൻ എന്താ അറിയില്ല. ചിലപ്പോൾ ഞാനൊരു കുത്തൊക്കെ ഇടേയിരിക്കും കേട്ടോ, അറിയില്ല. ഇപ്പോൾ എന്തായാലും ഞാൻ വേണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ സ്കേർട്ടും ബ്ലൗസും അമ്മേൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കല്യാണത്തിൻ്റെ മുന്നേ ഒക്കെ വേറെ ആരെങ്കിലും കല്യാണം എന്ന് പറയുമ്പോഴേക്കും അമ്മ എനിക്ക് സ്കേർട്ടും ബ്ലൗസും അടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് കുറേ സ്കേർട്ടും ബ്ലൗസുകളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വേഷമാണ്. ഞാൻ ഈ അമ്മമാരില്ലേ, പെൺകുട്ടികളുള്ള അമ്മമാരോടൊക്കെ പറയും, നിങ്ങളൊന്ന് സ്കേർട്ടും ബ്ലൗസ് എന്തെങ്കിലും ഒരു വിശേഷമുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ സ്കേർട്ടും ബ്ലൗസൊക്കെ ഒന്ന് ഇടിപ്പിച്ച് നടത്തിക്കുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ. പക്ഷേ ആ അമ്മമാർ എന്നോട് പറയും, ചാരു ഇത് നിൻ്റെ വെറും തോന്നലാണ്. ഈ ജാതികൾ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഇടുള്ളൂ. നമുക്ക് തോന്നുകയാണ്
ഈ നമ്മൾ വിചാരിക്കില്ല ഒരു പ്രായം വരെ നമുക്ക് ഒരുക്കി കെട്ടി കൊണ്ടുപോകാമെന്നില്ലാത്ര, എനിക്കറിയില്ല, എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. അപ്പോൾ ഞാനിവിടെ പറയണ ലക്ഷ്മിയൊക്കെ പറയണ ഒക്കെ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കും, ഇത് ചെയ്യാൻ പറ്റും. ഞങ്ങളെയൊക്കെ കണ്ടിട്ടല്ലേ കുട്ടികൾ വളരെ അതായിരിക്കും ചിലപ്പോൾ. കല്ലൂരൊക്കെ പ്രത്യേകം അതിൻ്റേതായ ടേസ്റ്റുകളൊക്കെ ഉണ്ട് ഇപ്പോഴേ. പണ്ടൊക്കെ ഞാനൊക്കെ എത്രയോ കാലം വരെ അമ്മ പറയുന്നത് തന്നെ അതിട്ടിട്ട് പോകുന്നു. മുമ്പൊക്കെ അങ്ങനത്തെ ചോദ്യം ചെയ്യലോ ഇതാണോ എന്നൊന്നും ചോദിക്കാനോ പാടില്ല. അതിനൊക്കെ ചീത്ത വെക്കും, ആരും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. കാലം പോയാൽ ഓക്കെ. അപ്പം നന്നായി വിചാരിച്ചു പെൺകുട്ടികളില്ലാഞ്ഞ്. എനിക്ക് എന്താ വെച്ചാൽ ദേഷ്യം പിടിക്കും ഞാൻ പറയണൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെക്കന്മാരാകുമ്പോൾ എന്തെങ്കിലും ഒരു ട്രൗസറും ടീഷർട്ടും ഇട്ട് നടന്നാൽ മതി. എന്നാലും ഒരു പ്രായം വരെ എനിക്ക് ട്രൗസർ ഇടിപ്പിക്കാനാണ് ഇഷ്ടം. ഒരു പ്രായം വരെയൊക്കെ അല്ലെങ്കിൽ ഇപ്പം വലിയ ആൾ ഇപ്പം അവനെ പിന്നെ ട്രൗസർ ഇടാൻ അവന് ട്രൗസറേ ഇഷ്ടമല്ല. അവൻ പാൻറ്റ് തന്നെ ഇടുള്ളൂ. വീട്ടിൽ നിന്ന് പോലും ട്രാക്ക് പാൻറ്റ് ഇടുള്ളൂ, ട്രൗസർ ആ കുട്ടി ഇടുകയില്ല. ചെറുതിന് ഞാൻ പറയും കുറേ കാലം അത് നീ ചെറുതാണ് ഇപ്പോഴും, നീ ട്രൗസറൊക്കെ ഇട്ട് പോയാൽ മതി. അവൻ ഞാൻ പറയണൊക്കെ കേൾക്കും, എന്നാൽ വലുതാവുക അറിയില്ല. അപ്പം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയി. അപ്പോൾ എന്തായാലും പെൺകുട്ടികളുള്ള അമ്മമാർ പ്രത്യേകം നോട്ട് പോയി നല്ല കുഞ്ഞു സുന്ദരി പാവാടിയും ബ്ലൗസൊക്കെ ഇടിപ്പിച്ച് നടത്തിക്കോ കുട്ടികളെ. ഒരു ആഗ്രഹമാണ്. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. എനിക്ക് പിന്നെ അതിന് ശേഷം രാജുവേട്ടന് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല സ്കേർട്ടും ബ്ലൗസും. എന്തോ ഇഷ്ടമൊക്കെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്തൊക്കെ ഞാൻ അമ്പലത്തിലേക്കൊക്കെ രാജുവേട്ടനെ കാണാൻ അന്ന് കള്ളത്തരം പറഞ്ഞിട്ടൊക്കെ നമ്മൾ അമ്പലങ്ങളിലും ഉത്സവത്തിനൊക്കെ പോകുമ്പം ഞാനിങ്ങനെ സ്കേർട്ടും ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ചെയ്യുക. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നൊക്കെ. എന്താണെന്നറിയില്ല, ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇപ്പം ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാനൊന്ന് അടിച്ചെടുത്തേ പറഞ്ഞിട്ടാണ് ഞാൻ വെറുതെ പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് തന്നെ സമ്മതിച്ചില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ അമ്മേൻ്റെ പഴയ സാരി അവിടെ നിന്ന് പൊക്കി കൊണ്ടുവന്നിട്ട് ആ സാരി വെച്ചിട്ട് ഞാൻ അടിച്ചപ്പോൾ രാജുവേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട് പറഞ്ഞു. രാജുവേട്ടൻ വെച്ച് ഭയങ്കര വൃത്തികേടായിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, നമുക്കറിയില്ലേ, നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു വൃത്തികേടുണ്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഡ്രസ്സ് ഇടില്ലല്ലോ. നമ്മളെ കണ്ണാടിയിൽ നോക്കിയിട്ട് നമുക്ക് വൃത്തികേടില്ല എന്ന് തോന്നുന്ന ഡ്രസ്സ് നമ്മൾ എന്തായാലും ഇടില്ലേ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഇല്ല, രാജുവേട്ടൻ ഒന്ന് നോക്കി നോക്ക്, ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് അടിപ്പിച്ചു. ശരി എന്ന് പറഞ്ഞ് ഞാനത് സ്കേർട്ടും ബ്ലൗസും ഇട്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് കുറേ സ്കേർട്ടും ബ്ലൗസും കുറേ അല്ല ഒരു 3-4 ഞാൻ അടുപ്പിച്ചു. അപ്പോൾ എന്തായാലും ടീച്ചേഴ്സ് ഡേ വിഷസ് പറയാൻ വേണ്ടി വന്നതായിരുന്നു പാവം ഞാൻ. ഇനി ഞാൻ നമ്മളെ ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ട്, പി സ്കൂളിൻ്റെ ഓണം സെലിബ്രേഷനൊക്കെ ഞങ്ങൾ അടിപൊളിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ബ്രിജിനും സജിമോളും ഒക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പം ബായ്. ഞാൻ വിചാരിച്ചു കേട്ടോ ഒരു ബൈ പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങൾ ഹോം ടൂർ ചെയ്യൂ, കാര്യങ്ങളൊക്കെ പണിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാമറയും കൊണ്ടിട്ട് അടുക്കളയിൽ പോയി ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരണം, വെറുതെ അല്ല എന്നുള്ളത്. അമ്മയ്ക്ക് വയ്യാണ്ടാവുമ്പോൾ ഞാൻ എന്തായാലും അടുക്കളയിൽ കയറണമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ വിചാരിച്ചു. പക്ഷേ അതിനൊന്നുള്ള നേരവും ഇതൊന്നും കിട്ടിയില്ല. അത് സൈഡിൽ ഫോണൊക്കെ വെച്ചിട്ട് എങ്ങാനും മീൻകറിയിൽ വീണ് അപ്പം അങ്ങനെ. അപ്പം എല്ലാവർക്കും ഒന്നും കൂടിയും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പം ഞാൻ ഈ ഒരു വേഷത്തിൽ ഇങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഹാപ്പിയാണ്. എന്നെ മിററിൽ ഞാൻ സ്കേർട്ടും ബ്ലൗസും ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ അത്രയല്ലേ നോക്കൊണ്ടുള്ളൂ അല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെയൊക്കെ വേഷം കെട്ടുക എന്നുള്ളത്. അവനവൻ്റെ സന്തോഷം തന്നെയാണ് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സന്തോഷം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർ, അതായത് നമ്മളെ ഒരു ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാർക്ക് വിഷമം ഉണ്ടാവാതിരിക്കുക, മീൻസ് പെയിനാക്കാതിരിക്കുക, അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു വേഷം കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് വിഷമം വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഞാൻ വേഷം കെട്ടി നേരെ ഓട്ടോയിൽ കയറിയിട്ട് പിയിലേക്ക് പോവാണ്. ഇന്ന് ടീച്ചേഴ്സ് ഡേൻ്റെ കുറച്ച് ചെറിയൊരു സർപ്രൈസ്, ഞങ്ങളെ രീതിയിലുള്ള ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രജിന്. വീണ്ടും ഞാനത് ഓട്ടോറിക്ഷയിൽ പാറിപ്പറന്ന ഭൂതം പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിയിലേക്ക്. പിന്നെ ഞാൻ അവസാനം ഒന്നാമത് എന്താ പറയുക, മുടി പറന്നില്ല, ലിപ്സ്റ്റിക്കിൻ്റെ മേലെ ഒട്ടിക്കിടക്കുക. നമോ അത് ഞാൻ നീക്കി മതിയായി. അവസാനം ഞാൻ കൊണ്ട കെട്ടി, ഒന്നും നോക്കിയില്ല. അവിടെ എത്തിയിട്ട് ഒന്ന് വൃത്തിയാക്കി മുടി കെട്ടാമെന്ന് അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പിയിലെത്തിയിട്ട് ഇതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് ഐശ്വര്യയ്ക്ക് കേട്ടോ. ഐശ്വര്യയാണ് ഇത് കംപ്ലീറ്റ് പ്ലാൻ ചെയ്തത്. എനിക്കൊന്നിനും ഇപ്രാവശ്യമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത്ര ചിന്തിച്ചിട്ടില്ല. ബാക്കി എല്ലാത്തിനും എല്ലാവരും കൂടുന്നതാണ്. ടീച്ചേഴ്സ് ഡേക്ക് അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല കഴിഞ്ഞ കൊല്ലം ഞാൻ തീരെ. പക്ഷേ ഈ കൊല്ലം എനിക്ക് തീരെ ഇറങ്ങാനും പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അമ്മ റെസ്റ്റിലായതുകൊണ്ട് എല്ലാം ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇറങ്ങുക എന്നുള്ളതായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും ഐശ്വര്യ എല്ലാം ചെയ്തിട്ടുണ്ട്. അവൾ പൂ വാങ്ങിയിട്ടുണ്ട്, കൊറിയോഗ്രാഫി സെറ്റ് ചെയ്തിട്ടുണ്ട്, പാട്ട് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അവളെല്ലാവരും പഠിപ്പിച്ചു, കേക്ക് വാങ്ങിയിട്ടുണ്ട്, പൂക്കളൊക്കെ നല്ല പ്ലേറ്റുകളിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് വന്ന്
ഒരു എന്താ പറയുക ഇങ്ങനത്തെ വേഷമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രഡീഷണൽ, അതായത് നാടൻ ട്രഡീഷണൽ സ്റ്റൈൽ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലൊരു പാവാടയും ബ്ലൗസിന് അതിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രാക്ടീസ് തകൃതിയിൽ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ, ഭയങ്കര രസം. ഞങ്ങളപ്പോൾ തട്ടിക്കൂട്ടി ചെയ്താണെങ്കിലും ഒക്കെ കൂടെ ഒരു റിസൾട്ട് നമ്മളെല്ലാവരും ഹാപ്പി ആയിരുന്നു, അത്രയല്ലേ വേണ്ടൂ. അതിന് പെർഫെക്ഷൻ ഞങ്ങൾ നോക്കുന്നേ ഇല്ല കേട്ടോ, ഹാപ്പിയാണ്, അത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമ്മളെ ഓരോ ഡാൻസ് ഞാൻ പ്രാക്ടീസ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് നിങ്ങൾ തീരെ പെർഫെക്ഷനില്ല അതില്ല. നമ്മളത് പ്രാക്ടീസ് വീഡിയോ എന്നുള്ള രീതിയിൽ ഇടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചിട്ട് ഞങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നല്ല കേട്ടോ, അല്ല പെർഫെക്ഷനായിട്ട് ഡാൻസ് ചെയ്യുന്നവരൊന്നും അല്ല കേട്ടോ. നമ്മൾ അതിൽ കാണുന്നൊരു കാര്യം, ഞങ്ങൾ ആ ഡാൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്, അത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിയാണോ അതല്ലേ പ്രധാനമല്ലേ, അതായിരിക്കണം അതിൻ്റെ റിസൾട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ അത്രയും ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ്സിൻ്റെ 100% ഞാൻ ഹാപ്പി ആകുമ്പോൾ ഒരു 95% അത് അപ്പുറത്തെ ആൾക്കാരിലേക്കും പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ മാത്രം കാഴ്ചപ്പാട്. അപ്പോൾ ഞങ്ങൾ ഫുള്ള് റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സജിമോളുടെ അടുത്ത് പ്രജിനെ കുറച്ച് നേരം ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ നിർത്തണം, ഞങ്ങൾ പറയുമ്പോഴേ പിയിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു എല്ലാം. ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് നന്നായി ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തോന്നും കൂടെ പറയാൻ വന്നത്, എന്തോന്ന് പറയാൻ വേണ്ടി വന്നു, മറന്നുപോയല്ലോ ഈശ്വരാ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അതന്നെ ഇതിൻ്റെ എന്താ വെച്ചാൽ ഞാൻ ഷോർട്ട് വീഡിയോയിൽ 1 മിനിറ്റ് ആയിട്ട് ഇതിൻ്റെ ഡാൻസ് ഇടാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് വരും നമ്മൾ പാട്ട് ഇതിൽ കേൾപ്പിച്ചാൽ. അതാണ് ഞാനിങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ എനിക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഡയലോഗൊക്കെ രസമുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ ഈ മ്യൂസിക് വരുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഓരോ മിനിറ്റിൻ്റെ ആക്കിയിട്ട് ഞാൻ ഇതിൽ ഞങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത് ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ. അല്ല നമുക്കിതിങ്ങനെ ചെയ്യാനൊരു നിവൃത്തിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രാക്ടീസ്, ഭയങ്കര പ്രാക്ടീസായിരുന്നു. അപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോസിൽ കാണാം. അപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ. പ്രജൻ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി, പ്രതീക്ഷിക്കുന്നേ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അതിൻ്റെ വീഡിയോ ആരോ കയ്യിലാണ്, അത് കിട്ടിയിട്ടില്ല, സജിമോളുടെ കയ്യിലാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഷോർട്ട് വീഡിയോയിൽ കാണാം. ബൈ.